നിങ്ങളുടെ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ മടിയുണ്ടോ? ഈ മടി വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ കിടത്തി നിങ്ങളുടെ വായിലേക്ക് സ്പൂണിൽ ഒരു ഭക്ഷണം തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കഴിക്കാൻ സാധിക്കുമോ? അതേ ഫീലിംഗ് തന്നെയാണ് കുട്ടികൾക്ക്. കുറുക്ക് കൊടുത്തു തുടങ്ങേണ്ടത് കുട്ടിയുടെ കഴുത്തുറച്ച് കുട്ടിയെ മടിയിലിരുത്തി സ്പൂൺ കൊണ്ട് കൊടുക്കാറായി എന്നാവുമ്പോഴാണ്. ആദ്യമായി ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടിക്ക് അത് ഇറക്കണോ അതോ തുപ്പണോ എന്ന് പോലും അറിയില്ല. ഭക്ഷണം എപ്പോഴും അത് തൊട്ട് കണ്ട് മണത്ത് രുചിച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ എവിടെ നിന്നോ സ്പൂണിൽ കൊണ്ടുവന്ന് ഭക്ഷണം വായിൽ കുത്തി കയറ്റി കൊടുക്കുന്നതിന് പകരം കുട്ടിയുടെ മുന്നിൽ ഒരു പാത്രം വെച്ച് അതിൽ ഭക്ഷണം കൊടുക്കുക. കുട്ടി അതിൽ കളിച്ച് ആസ്വദിച്ച് കഴിക്കട്ടെ. 9 മാസം കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ഫിംഗർ ഫുഡ്സ് കൂടെ ഭക്ഷണത്തിൽ കൊടുക്കേണ്ടതാണ്. ഫിംഗർ ഫുഡ്സ് എന്ന് വെച്ചാൽ പച്ചക്കറിയോ ഫ്രൂട്ട്സോ ഫിംഗർ വലിപ്പത്തിൽ മുറിച്ച് കൊടുക്കുന്നതാണ്. പല്ല് വന്നിട്ടില്ലെങ്കിൽ കുട്ടിക്ക് അത് കഴിക്കാൻ സാധിക്കും. 1 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും കൊടുക്കേണ്ടതാണ്. വീട്ടിലെല്ലാവരും ഇരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ വേണം കുട്ടിക്കും ഭക്ഷണം കൊടുക്കാനായിട്ട്. വേറൊരു തെറ്റായ പ്രവണതയാണ് മിക്സിയിൽ അരച്ച് ഭക്ഷണം കൊടുക്കുന്നത്. ഇതിന് 2 ദോഷങ്ങളാണ്. ഒന്നാമതായി 10 മാസം കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് സോളിഡ് ഫുഡ്സ് കൊടുത്തു തുടങ്ങേണ്ടതാണ്. അത് കൊടുക്കാൻ ലേറ്റ് ആയാൽ പിന്നീട് കുട്ടിക്ക് വായിൽ ചെറിയൊരു വറ്റിരുന്നാൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. രണ്ടാമതായി മിക്സി സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് പാകമായ ഭക്ഷണം മിക്സിയിൽ എടുക്കുമ്പോൾ അതിന്റെ വൃത്തി കുറയും. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ ഓരോ ഭക്ഷണവേളകളും നമുക്ക് ഓരോ രസകരങ്ങളായി മെമ്മറീസ് ആക്കാൻ സാധിക്കും.